വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 4 വർഷത്തെ ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതായത് ബി.എഡ് 4 വർഷത്തെ കോഴ്സിന് ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് കോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് ഡിഗ്രിയോടൊപ്പം തന്നെ ബി.എഡ് കൂടി പഠിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സാണ് ITEP, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചിങ് മേഖലയിലോട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ, അതായത് UGCയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ബി.എഡ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പൂർണ്ണമായിട്ടും എൻട്രൻസ് പരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ എന്നുള്ള സിസ്റ്റം നേരത്തെ തന്നെ അത് പാസ്സായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നിലവിൽ കേരളത്തിലെയും രാജ്യത്തെ എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കാനുള്ള തീരുമാനമൊക്കെ നേരത്തെ എടുത്തിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ 4 വർഷത്തെ ബി.എഡ്, അതായത് വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷയിൽ വിദ്യാർത്ഥികളുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ ഈ ഒരു കോഴ്സ് നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ, അതായത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 4 വർഷത്തെ ഏതൊക്കെയാണ് കോഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ടും BSc B.Ed, അതേപോലെ BSc B.Ed ഫിസിക്സ്, BSc B.Ed സുവോളജി, BA B.Ed ഇംഗ്ലീഷ്, BA B.Ed എക്കണോമിക്സ്, BCom B.Ed. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക്. അത് ഇതിൻ്റെ സബ്ജക്റ്റുകളുടെ ഓരോ സീറ്റുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50% മാർക്കോടുകൂടി +2 പാസ്സായിട്ടുള്ള, അത് ഓരോ വിഷയത്തിലും +2 50% മാർക്കോട് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഡിഗ്രിയോടൊപ്പം തന്നെയുള്ള ബി.എഡ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോഴ്സിൽ ഇപ്പോൾ ആർക്കൊക്കെയാണ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുക, അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നോക്കാം. അതായത് വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത്, നേരത്തെ കൃത്യമായിട്ട് NCETയുടെ ഭാഗമായിട്ട് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടി കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാം വിളിച്ചിരുന്നു. അത്തരത്തിൽ NCT വിളിച്ച, അത് NCT NTAയുടെ ഭാഗമായിട്ട് വിളിച്ച നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ രീതിയിൽ ഇപ്പോൾ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ITEP പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് നേരത്തെ CUT UG, അതേപോലെ CUT PG അതേ രീതിയിൽ തന്നെ സെൻട്രൽ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ITEP കോമൺ എൻട്രൻസ് എക്സാം NTAയുടെ ഭാഗത്ത് നിന്ന് വിളിച്ചിരുന്നു. അത്തരത്തിൽ നേരത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപേക്ഷ വിളിച്ച സമയത്തും അതോടൊപ്പം തന്നെ എക്സാമുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യം നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ITEP പരീക്ഷ എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ ITEP പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ITEPയുടെ, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതായത് NCTE നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ വിദ്യാർത്ഥികളുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് +2 മാർക്കും, അത് +2 ജസ്റ്റ് 50% മാർക്കുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ITEPയുടെ NCTE പരീക്ഷ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ മെറിറ്റ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പൂർണ്ണമായിട്ടും അഡ്മിഷൻ പ്രൊസീജിയർ. വിദ്യാർത്ഥികൾ ജസ്റ്റ് അപേക്ഷ കൊടുക്കാൻ വേണ്ടി 500 രൂപയാണ് വിദ്യാർത്ഥികൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ ഒരിക്കലും റീഫണ്ടബിൾ അല്ല. അതോടൊപ്പം തന്നെ ദർ ഇസ് എൻ അഡീഷണൽ ഫീ ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ BCom B.Ed, BA B.Ed, BSc B.Ed. അപ്പോൾ നിങ്ങൾ അഡീഷണലായിട്ട് 2 കോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അഡീഷണലായിട്ട് ഓരോ കോഴ്സിനും 100 റുപ്പീസ് നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി ഡേറ്റുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ജൂലൈ 31 വരെ വിദ്യാർത്ഥികൾക്ക് സമയമുണ്ട്. കൂടാതെ ഫസ്റ്റ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് ITEP അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് 7/8/2025, ഓഗസ്റ്റ് 7-ാം തീയതി വിദ്യാർത്ഥികൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കുവാനും തുടർന്ന് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, സെക്കൻഡ് ഫേസ് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, തേർഡ് ആൻഡ് ഫൈനൽ ഫേസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഇങ്ങനെ 2-3 ഘട്ടമായിട്ടുള്ള വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ടാണ് സെമസ്റ്റർ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 25-ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയറാണ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NCTയുടെ, അതായത് കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള
CUKerala.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ ITP എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഓൺലൈൻ ഫോർ ITP അഡ്മിഷൻ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ NCT പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്ത് നിങ്ങൾക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അത് അപ്ലിക്കൻ്റ് NCT ആപ്ലിക്കേഷൻ നമ്പർ. ആ നമ്പർ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഫീസ് അടക്കുക. ശേഷം നിങ്ങൾ ഏതാണ് കോഴ്സ് നിങ്ങൾ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ വർഷം +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ ഇപ്പോൾ +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അടുത്ത ITPയുടെ ഭാഗത്തു നിന്നുള്ള അത് NCTയുടെ കോമൺ എൻട്രൻസ് എക്സാം ഏകദേശം ഡിസംബർ ആ സമയത്താണ് വിളിക്കാറുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപേക്ഷ, അത് എൻട്രൻസ് എക്സാമിൻ്റെ അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിസംബർ ജനുവരി മാസത്തിലാണ് ഇനി ഈ പറയുന്ന എൻട്രൻസ് എക്സാം വിളിക്കുക. നേരത്തെ ഇപ്പോൾ +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് അറിയിച്ചിരുന്നു. കാരണം +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ വിളിച്ച ഈ പറയുന്ന എക്സാമിന് അപേക്ഷ കൊടുക്കുവാനും പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അത്തരത്തിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് CUKerala ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള മറ്റു കേരളത്തിൽ തന്നെ സംസ്കൃത സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ തന്നെ കോഴിക്കോടുമുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട, കേരളത്തിന് പുറത്തും ഒരുപാട് സ്ഥാപനം ഏകദേശം 60-ന് മുകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് B.Ed ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജനുവരി അല്ലെങ്കിൽ ഡിസംബർ ആ സമയത്ത് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുകയും നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ വിദ്യാർത്ഥി നമ്മൾ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിലവിൽ ഓൾറെഡി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ, അതായത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ കൃത്യമായിട്ട് അപേക്ഷ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ, പുതുതായിട്ട് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ITP കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് സ്ട്രക്ചറും ഈ സൈറ്റിൽ വന്നാൽ, അത് CUKerala.ac.in വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ITPയുടെ ലിങ്ക് കാണാൻ സാധിക്കും. അതായത് ജസ്റ്റ് ഹോം പേജ് ഇതാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് CUKerala.ac.in, ഇവിടെ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് UG കാണാം, അതേപോലെ തന്നെ PG കാണാം. ശേഷം നിങ്ങളിവിടെ ഇൻ്റഗ്രേറ്റഡ് UG പ്രോഗ്രാംസ് ITP ഇതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫീസ് സ്ട്രക്ചർ എത്രയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ കോഴ്സും ഇതിൽ നിങ്ങൾക്ക് 12ാമത്തെ കോഴ്സാണ് നിങ്ങൾ BA B.Ed ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഫീസ് സ്ട്രക്ചർ. അപ്പോൾ ഏകദേശം എത്രയാണ് ഫീസ് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇതിൽ 12ാമത്തെ പേജ് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ BA B.Ed അതേപോലെ BCom B.Ed ഈ കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ ഇവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ അതായത് 8 സെമസ്റ്റർ, 4 വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ 8 സെമസ്റ്ററാണ്. അപ്പോൾ ഒന്നാം സെമസ്റ്ററിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ 25,810, SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അതേപോലെ സെക്കൻഡ് സെമസ്റ്ററിൽ 15,690, തേർഡ് സെമസ്റ്ററിൽ 23,000. അതായത് ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ സെമ്മിൻ്റെയും എമൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ നോർമലി വളരെ ചെറിയൊരു ഫീ ആയിട്ട് തന്നെ പറയാം. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ അതേ രീതിയിൽ തന്നെയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഈ ഒരു ഫീസ് വിദ്യാർത്ഥികൾ ജസ്റ്റ് കൊടുക്കണം. ഓരോ സെമസ്റ്ററും ഈ രീതിയിൽ ആവറേജ് ഒരു 19,000-20,000 നിങ്ങൾ 4 സെമസ്റ്ററായിട്ട് നിങ്ങൾ ഓരോ സെമ്മായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഫീസ് സ്ട്രക്ചറൊക്കെ വിദ്യാർത്ഥി ജസ്റ്റ് മനസ്സിലാക്കുക. അത്തരത്തിൽ ഇനിയും അപേക്ഷ കൊടുക്കാൻ, അത് അടുത്ത വർഷത്തെ പരീക്ഷ കഴിയുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു സൈറ്റിൽ വന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ കൃത്യമായ രീതിയിൽ അപേക്ഷ കൊടുക്കുക. ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൃത്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഫോർമാറ്റൊക്കെ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് EW സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്, SC/ST, PWD, OBC ഇതൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും, അത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 31 വരെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട സമയം. അതേപോലെ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഡേറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എന്തായാലും ഒരുപാട് വിദ്യാർത്ഥി നേരത്തെ തന്നെ അപേക്ഷ കൊടുത്ത് പരീക്ഷ ചെയ്തവരുണ്ട്. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇത്തരത്തിൽ B.Ed ഉൾപ്പെടെയുള്ള കേരളത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളിലും എല്ലാ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.